സംസാരിക്കുന്നത് മലയാള നാടകത്തിൻ്റെ ആരംഭവും വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 19-ാം നൂറ്റാണ്ടോടുകൂടിയാണ് മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1882 കേരളവർമ്മ വലിയോഗി തമ്പുരാൻ മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിൽ നാടകമുണ്ടാകുന്നതിന് വഴിയൊരുക്കി. മനോമോഹനം നാടക കമ്പനി തിരുവട്ടാർ നാരായണപിള്ള എന്ന പ്രഗത്ഭ നടൻ്റെ നേതൃത്വത്തിൽ ശാകുന്തളം രംഗത്ത് അവതരിപ്പിച്ചതോടെ ഇവിടെ ഒരു നാടകവേദിയും പിറന്നു. ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നാടകം കേരളത്തിലെത്താൻ വൈകിയതിന് കാരണം കഥകളി തുടങ്ങിയ ആഠ്യകലകളും തെയ്യം, മുടിയേറ്റ്, പടയണി, കാക്കാലശി നാടകം തുടങ്ങിയ നാടോടി കലകളും അനുഷ്ഠാനപരമായ കലകളും കേരളത്തിലെ അരങ്ങുകൾ സജീവമായതാണ്. നാടകം പെട്ടെന്ന് തന്നെ ജനപ്രീതി ആർജിച്ച കലാരൂപമായി തീർന്നു. കേരളവർമ്മ വലിയ തമ്പുരാനെ പിന്തുടർന്ന് ധാരാളം സംസ്കൃത നാടക പ്രവർത്തകർ മലയാളത്തിലുണ്ടായി. വിവർത്തനങ്ങൾ മലയാളത്തിലുണ്ടായി. ചാത്തുക്കുട്ടി മന്നാടിയാരുടെ ജാനകി പരിണയം, ഉത്തര രാമചരിതം, KC നാരായണ മേനോൻ്റെ മാളവികാഗ്നിമിത്രം, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ വിക്രമോർവശീയം, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ആശ്ചര്യചൂഡാമണി, പന്തളം കേരളവർമ്മയുടെ വേണി സംഹാരം എന്നിവ ഉദാഹരണങ്ങളാണ്. അതുകൂടാതെ AR രാജരാജവർമ്മ തർജ്ജിമ ചെയ്ത അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, സ്വപ്നവാസവദത്തം, ചാരുദത്തം എന്നിവയും വിഖ്യാതങ്ങളാണ്. ഇത്തരത്തിൽ സംസ്കൃത നാടക തർജ്ജിമകളോടെയും സംസ്കൃത കാവ്യ പാരമ്പര്യമനുസരിച്ച് രചിച്ചിരുന്ന ഭാഷാ നാടകങ്ങളുടെയും ആധിക്യമുണ്ടായെങ്കിലും ഇതിലേറിയ പങ്കും സാഹിത്യ ആസ്വാദകരെയാണ് തൃപ്തിപ്പെടുത്തിയിരുന്നത്. രംഗപ്രയോഗക്ഷമമായിരുന്നില്ല ഈ നാടകങ്ങൾ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ചന്ദ്രിക, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റെ കല്യാണി നാടകം, കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകം തുടങ്ങിയവരുടെ രചനകൾ ഭാഷാ നാടക പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാണ്. ഈ കാലയളവിലുണ്ടായ നാടകങ്ങൾ ഏറിയ പങ്കും പുരാണങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും ആസ്പദമാക്കി എഴുതിയിട്ടുള്ളവയാണ്. മലയാളത്തിലെ ആദ്യ സ്വതന്ത്ര സാമൂഹിക നാടകം കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകമാണ്. എന്നാൽ സംസ്കൃത നാടക രീതിയിൽ സമകാലിക സാമൂഹിക ജീവിതം ചിത്രീകരിച്ച ആദ്യ നാടകം കൊച്ചുണ്ണി തമ്പുരാൻ്റെ കല്യാണി നാടകമാണ്. നാടകാവതരണത്തിൽ തമിഴ് നാടക സംഘങ്ങളുടെ സ്വാധീനം ഏറെ പ്രാധാന്യമുള്ളതാണ്. തമിഴ് നാടക സംഘങ്ങളെ ഉപജീവിച്ചാണ് കേരളത്തിൽ ആധുനിക നാടകവേദി രൂപം കൊള്ളുന്നത്. തമിഴ് നാടക സംഘങ്ങളുടേത് വർണ്ണശബളമായ വേഷവിധാനങ്ങളോട് കൂടിയ പാഴ്സി നാടകത്തിൻ്റെ അനുകരണങ്ങളായിരുന്നു. കല്യാണരാമൻ സെറ്റ്, ബബ്ബുലൻ, കുട്ടീശ്വരൻ സെറ്റ് തുടങ്ങിയവ അക്കാലത്തെ പ്രസിദ്ധ നാടക സംഘങ്ങളായിരുന്നു. ഇവയെ കണ്ടറിഞ്ഞിട്ടാണ് കേരളത്തിലെ സ്വതന്ത്ര നാടക സമിതികൾ ഉണ്ടായത്. തിരുവട്ടാർ നാരായണപിള്ളയുടെ മനോമോഹന കമ്പനി, CP അച്യുതമേനോൻ്റെ വിനോദ ചിന്താമണി, ചാത്തുക്കുട്ടി മന്നാടിയാരുടെ രസികരഞ്ജിനി, PS വാര്യരുടെ പരമ ശിവവിലാസം കമ്പനി തുടങ്ങിയവയാണ് ഈ സമിതികൾ. പിന്നീട് ഒട്ടേറെ നാടക സമിതികൾ കേരളത്തിൽ രൂപം കൊണ്ടു. മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ നാടകം സജീവമായി അവതരിപ്പിക്കാൻ തുടങ്ങി. ഭാഷാ നാടകങ്ങളാണ് ഇപ്രകാരം സ്വീകരിക്കപ്പെട്ടത്. നാടകത്തിൻ്റെ ജനപ്രീതി കണ്ട് ധാരാളം പേർ നാടകരചനയിൽ ആകർഷകരായി. തൽഫലമായി തികച്ചും വികൃതമായ രചനകൾ ഉണ്ടാവുകയും ഇത്തരക്കാരെ വിമർശിച്ച് മുൻഷി രാമക്കുറുപ്പ് 1893 ചക്കീചങ്കരം എന്ന പേരിൽ നാടകം രചിക്കുകയും ചെയ്തു. KC നമ്പ്യാരുടെ വടക്കൻ ചക്കീചങ്കരവും ശീവള്ളി നാരായണ നമ്പൂതിരിയുടെ ദുസ്പർശ നാടകവും ഇത്തരത്തിലുള്ള വിമർശനാത്മക രചനകളാണ്. നാടകകലയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യകൃതികളുടെ തർജ്ജിമയിലൂടെയാണ് നാടക സാഹിത്യവും മലയാളത്തിലേക്ക് കടന്നു വന്നത്. ഷേക്സ്പിയർ നാടകങ്ങളുടെ വിവർത്തനം, സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനം എന്നിവ നമ്മുടെ നാടക പ്രസ്ഥാനത്തെ വളർച്ചയിലേക്ക് നയിക്കുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഷേക്സ്പിയറുടെ വെനീസിലെ വ്യാപാരി അതിനെ പേർഷ്യ സ്വയംവരം എന്ന പേരിൽ ചെമ്പകരാമൻ വേലായുധൻ വിവർത്തനം ചെയ്തു. ഗോവിന്ദപിള്ള കിങ് ലെയർ നാടകവും വെനീസിലെ വ്യാപാരിയും തർജ്ജിമ ചെയ്തു. ഇത്തരത്തിൽ നിരവധി ഷേക്സ്പിയർ കൃതികൾ തർജ്ജിമ രൂപത്തിൽ പുറത്തു വന്നു. അയിലം തിരുനാൾ ഭാഷാ ശാകുന്തളം ഗദ്യം 1853 തയ്യാറാക്കി. കേരളവർമ്മ വലിയ തമ്പുരാൻ്റെ കേരളീയ ഭാഷാ ശാകുന്തളം അരങ്ങത്ത് അവതരിപ്പിക്കപ്പെട്ട നാടകമാണ്. തുടർന്ന് ഇതിലെ സംസ്കൃത പദബാഹുല്യം കുറച്ചുകൊണ്ട് മണിപ്രവാള ശാകുന്തളം 1912 പ്രസിദ്ധീകരിച്ചു. ഇവയൊക്കെ പിൽക്കാലത്തുണ്ടായ നാടക വിവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി. ധാരാളം സംസ്കൃത നാടക വിവർത്തനങ്ങൾ ഉണ്ടായതിനു പിന്നാലെ സംഗീത നാടകങ്ങളുടെ വരവായി. തമിഴ് സംഗീത നാടകങ്ങളും തുടർന്ന് മലയാള സംഗീത നാടകങ്ങളും പിറവിയെടുത്തു. ആര്യമാല നാടകവും കോവലൻ ചരിതവുമൊക്കെ മലയാള ലിപിയിൽ എഴുതിയ സംഗീത നാടകങ്ങളാണ്. KC കേശവപിള്ളയുടെ സദാരാമ 1903 രചിക്കപ്പെട്ടു. പല നാടക സംഘങ്ങളും സദാരാമ രംഗത്ത് അവതരിപ്പിച്ചു. 1906 ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള തമിഴ് നാടകങ്ങളെ അനുകരിച്ചെഴുതിയ മദന കാമരാജൻ നാടകം പലയിടത്തും അവതരിപ്പിക്കപ്പെട്ടു. പുരാണ കഥകളുടെ വിവർത്തനങ്ങളും സ്വതന്ത്രാവിഷ്കാരങ്ങളുമാണ് തുടർന്നുണ്ടായത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ നളചരിതം, സന്താനഗോപാലം, തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജുനം, കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ അജ്ഞാതവാസം തുടങ്ങിയവ ഇത്തരത്തിൽ രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടവയാണ്. ഇപ്രകാരമുള്ള രംഗാവതരണങ്ങൾക്ക് ശേഷം പുരാണത്തിൽ നിന്നൊക്കെ വിമോചിതവും സ്വതന്ത്രവുമായ നാടകങ്ങൾ വിരചിതമായി. CV രാമൻപിള്ളയുടെ ചന്ദ്രമുഖി വിലാസം, ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ കനകലതാ സ്വയംവരം, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റെ കല്യാണി നാടകം,
കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ബൈബിളിൽ നിന്ന് ഇതിവൃത്തം സ്വീകരിച്ച എബ്രായ കുട്ടി നാടകം തുടങ്ങിയ ഇത്തരത്തിൽ ശ്രദ്ധേയങ്ങളാണ്. CB രാമൻപിള്ളയുടെയും EV കൃഷ്ണപിള്ളയുടെയും പ്രഹസനങ്ങൾ കേവലം വിനോദത്തിനും ആഹ്ലാദത്തിനും വക നൽകുന്ന ശുഭാന്ത നാടകങ്ങളായിരുന്നു. എങ്കിലും സാമൂഹ്യ വിമർശനം അവിടെ കാണാമായിരുന്നു. CBയുടെ മത്തവിലാസം, കുറുപ്പില്ലാ കളരി, തെന്തനാങ്കോട്ട് ഹരിചന്ദ്രൻ, EV കൃഷ്ണപിള്ളയുടെ പെണ്ണരശുനാട്, കുറുപ്പിൻ്റെ ഡെയിലി തുടങ്ങിയവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമിട്ട് രചിക്കപ്പെട്ട സാമൂഹ്യ നാടകങ്ങളുടെ വരവാണ് പിന്നീടുണ്ടായത്. കൊച്ചി പെൺതരകൻ്റെ മറിയാമ്മ നാടകം ഉദാഹരണം. മറിയാമ്മ നാടകത്തിന് ശേഷം 2.5 പതിറ്റാണ്ട് കഴിഞ്ഞാണ് നമ്പൂതിരി നവോത്ഥാന നാടകങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനിടയിൽ ചരിത്ര നോവലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്ര നാടകങ്ങളും പിറവിയെടുത്തു. EV കൃഷ്ണപിള്ളയുടെ സീതാലക്ഷ്മിയാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നാടകം. അദ്ദേഹത്തിൻ്റെ തന്നെ രാമരാജ്യാഭിഷേകം, ഇരവിക്കുട്ടിപ്പിള്ള, രാജാ കേശവദാസൻ തുടങ്ങിയവയും NP ചെല്ലപ്പൻ നായരുടെ കർണൻ തുടങ്ങിയ ചരിത്ര നാടകങ്ങളും കേവലം ചരിത്രാവിഷ്കാരങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് കാലഘട്ടത്തിനനുസൃതമായി സൃഷ്ടിക്കപ്പെട്ട രചനകളായിരുന്നു. നമ്പൂതിരി നവോത്ഥാന നാടകങ്ങളിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തിന് നാടകത്തെ ആയുധമാക്കുകയായിരുന്നു നാടകകൃത്തുക്കൾ. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക്, MRBയുടെ മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം, പ്രേംജി എഴുതിയ ഋതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സമുദായത്തിലെ യാഥാസ്ഥിതിക മനോഭാവത്തിനും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ പ്രതിരോധ ശബ്ദമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരണ നാടകമായി 1938 K. ദാമോദരൻ രചിച്ച പാട്ടവാക്കി, തുടർന്നുണ്ടായ ചെറുകാടിൻ്റെ നമ്മളൊന്ന് എന്നിങ്ങനെ രചനകൾ മാറുന്ന നാടകത്തിൻ്റെ മുഖമാണ് പ്രതിഫലിപ്പിച്ചത്. മലയാള നാടകവേദിയുടെ നാഴികക്കല്ലായി പരിഗണിക്കാവുന്ന KPSCയുടെ വളർച്ചയും തൊപ്പിൽ ഭാസിയുടെ രചനകളും മലയാള നാടകത്തിൻ്റെ പരിവർത്തന ഘട്ടത്തിൻ്റെ സൂചനകളാണ്. KT മുഹമ്മദ്, NN പിള്ള തുടങ്ങിയവരുടെ നാടക പരിശ്രമങ്ങൾ മലയാള നാടകവേദി പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷണ നാടകങ്ങളുമായി പുളിമാനയും CJ തോമസും CN ശ്രീകണ്ഠൻ നായരും G. ശങ്കരപ്പിള്ളയും കാവാലം നാരായണ പണിക്കരുമൊക്കെ പരമ്പരാഗത നാടകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നാടകം എന്ന മാധ്യമത്തെ മോചിപ്പിച്ചവരാണ്. ഇത്തരത്തിൽ ക്രമാനുഗതമായ വളർച്ചയിലൂടെ തെരുവ് നാടകങ്ങളും കുട്ടികളുടെ നാടകവേദിയും സ്ത്രീ നാടകവേദിയും പിന്നിട്ട് പുരോഗതിയുടെ പാതയിലേക്കുള്ള യാത്രയിലാണ് മലയാള നാടകലോകം.